പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നോമ്പ് തുറക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് തരിക്കഞ്ഞിക്ക് പകരമായിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. നമ്മളിതിൽ പഞ്ചസാരയൊന്നും ചേർത്തിട്ടല്ല തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ ഡ്രിങ്കിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിത് അവിടെ ഒരു കുഞ്ഞു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 8-10ഓളം ബദാം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 5-6 ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂറോളം ഒന്ന് നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. മൂടി വെച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനൊരു വലിയ 2 ക്യാരറ്റ് ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2-3 വിസിൽ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റ് ഇതാപ്പോൾ ഒരു 3 വിസിൽ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ക്യാരറ്റ് ഈ ഒരു രീതിയിൽ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി മിക്സി ജാറിലേക്ക് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ച ബദാമും ഈന്തപ്പഴവും ചേർത്ത് കൊടുക്കാം. കുതിരാനായിട്ട് നമ്മൾ ഒഴിച്ചു വെച്ചിരുന്ന ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ബദാമും ഈത്തപ്പഴമൊക്കെ കുതിർത്തെടുത്ത വെള്ളവും പിന്നെ ക്യാരറ്റ് വേവിച്ചപ്പോഴുള്ള വെള്ളത്തിലൊക്കെ തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടും. ഇനി ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാത്രം ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ലിറ്ററോളം പാലും ഒരു 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ അളവിൽ വേണമെങ്കിൽ പാലും മറ്റെല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് കൂടുതൽ അളവിൽ എടുത്താൽ മതി. ഈ ഒരു അളവിൽ വലിയ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് ഡ്രിങ്കാണ് നമുക്ക് കിട്ടുന്നത്. ഇനി പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച ബദാമിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് സമയം തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലത്തെ ഒരു 2-3 തിള വന്നാൽ മതി. ഒരു 2-3 തിള നല്ലപോലെ വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക ഒന്ന് കുത്തിയിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മധുരത്തിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഈ ഡ്രിങ്കിന് പാകത്തിനുള്ളൊരു മധുരമായിരിക്കും. ഇനിയിപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്കൊക്കെ പഞ്ചസാരയോ മിൽക്ക് മേഡോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു വറവ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യോ കുറച്ച് വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഇനി അതുപോലെ ചെറിയുള്ളിയൊക്കെ നമുക്കിതിലേക്ക് വറുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമാണ് വറുത്ത് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. നോമ്പ് തുറക്കുമ്പോഴൊക്കെ ചെറു ചൂടോടുകൂടി നമുക്കിത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി, നമുക്ക് ക്ഷീണവും ദാഹമൊക്കെ മാറും. പിന്നെ നമ്മളിതിൽ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ നല്ല ഹെൽത്തിയുമാണ്. നോമ്പ് സമയത്ത് തരിക്കഞ്ഞിക്കൊക്കെ പകരമായിട്ട് ഈ ഒരു ഡ്രിങ്കും നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.